എന്നുള്ളത് നമ്മുടെ വിഷയം. ആദം നബി അലൈഹി സ്വലാം ഇറങ്ങുന്നത് ഇന്ത്യയിലാണ്, ഹവ്വ ബീവി ഇറങ്ങുന്നത് സൗദി അറേബ്യയിലാണ്, അല്ലെങ്കിൽ ജിദ്ദയിലാണ്. അവർ തമ്മിൽ കാണാതെ ഒരുപാട് ദിവസങ്ങളോളം അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. അവസാനം അവര് കണ്ടുമുട്ടുകയാ. അവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞത് അറഫ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. അവര് ദൂരത്ത് നിന്ന് ഇങ്ങനെ കണ്ടു, രണ്ടാളിങ്ങനെ, വേറെ ആരും ഈ ഭൂമിയിലില്ലല്ലോ. അവരിങ്ങനെ അടുത്തടുത്ത് വന്ന് ഇതെന്റെ ഭാര്യ ഹവ്വയാണ് എന്ന് ആദം നബിയും ഇതെന്റെ ഭർത്താവ് ആദമാണ് എന്ന് ഹവ്വ ബീവിയും തിരിച്ചറിഞ്ഞ സ്ഥലമാണ് അറഫ. എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത? ഈ ഭൂമിയിലെ ഏറ്റവും മഹത്വമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് അറഫ, അല്ലേ? ഈ ഭൂമിയിലെ ഏറ്റവും മഹത്വമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് അറഫ. അതുമാത്രമല്ല, ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. എവിടെയാണ് ഈ മഹ്ശറയുള്ളത്? ഈ മഹ്ശറ എന്ന് പറയുന്ന മഹാസംഗമം എവിടെയാ നടക്കുക? അത് ഭൂമിയിൽ തന്നെയാണ് എന്നതാണ് ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഖുർആനിലും അതിന് തെളിവ് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഭൂമിയിൽ എവിടെയാണ് അറഫ മൈതാനി? ഭൂമിയിൽ എവിടെയാണ് മഹ്ശറക്ക് വേണ്ടിയുള്ള ആ മഹാസംഗമത്തിന്റെ മൈതാനി സജ്ജീകരിക്കപ്പെടുന്നത്? അത് ഷാമിലാണ് എന്ന അഭിപ്രായമുണ്ട്. അതല്ല, അത് ഇന്നത്തെ അറഫ ഭൂമിയാണ് എന്നും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഈ ലോകത്തെ ആദ്യത്തെ രണ്ട് മനുഷ്യന്മാർ, ഒരു ഭാര്യയും ഭർത്താവും, ഒരുപാട് കാലത്തെ അലച്ചിലിനു ശേഷം